പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആവർത്തന പുസ്തകത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: ആവർത്തന പുസ്തകം ആരംഭിക്കുന്നത് ഏത് സ്ഥലത്തിൻ്റെ പേരോടെയാണ്? ഉത്തരം: സൂഫ്. ആവർത്തന പുസ്തകം 1:1. ക്വസ്റ്റ്യൻ: കാദേശ് ബർണയിലേക്ക് സേയീർ പർവ്വതം വഴി എവിടെ നിന്നാണ് 11 ദിവസം വഴി ദൂരം ഉള്ളത്? ഉത്തരം: ഹോരേബ്. ആവർത്തന പുസ്തകം 1:2. ക്വസ്റ്റ്യൻ: സീഹോനും ഓഗും കൊല്ലപ്പെട്ടത് എവിടെ വെച്ച്? ഉത്തരം: എദ്രയിൽ. 1:4. ക്വസ്റ്റ്യൻ: ന്യായവിസ്താര സമയത്ത് പാലിക്കേണ്ട കാര്യം എന്ത്? ഉത്തരം: ന്യായവിസ്താരത്തിൽ മുഖം നോക്കാതെ ചെറിയവൻ്റെ കാര്യവും വലിയവൻ്റെ കാര്യവും ഒരുപോലെ കേൾക്കണം. 1:17. ക്വസ്റ്റ്യൻ: ആകാശത്തോളം എത്തുന്ന മതിലുകൾ ആരുടേതായിരുന്നു? ഉത്തരം: അനാക്യരുടെ. 1:28. ക്വസ്റ്റ്യൻ: യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു എന്ന് ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? ഉത്തരം: കാലേബിനെ കുറിച്ച്. 1:36. ക്വസ്റ്റ്യൻ: തേനീച്ച പോലെ പിന്തുടർന്നു ആരെ? ഉത്തരം: അമോര്യർ ഇസ്രായേൽ മക്കളെ. 1:44. ക്വസ്റ്റ്യൻ: മരുഭൂയാത്രയിൽ ഇസ്രായേൽ മക്കൾ കൂടുതൽ നാൾ പാർത്തത് ഏത് ദേശത്ത്? ഉത്തരം: കാദേശ്. 1:46. ക്വസ്റ്റ്യൻ: ഏത് പർവ്വതത്തെ ചുറ്റിപ്പറ്റിയാണ് ഇസ്രായേൽ കൂടുതൽ നാൾ യാത്ര ചെയ്തത്? ഉത്തരം: സേയീർ. 2:1. ക്വസ്റ്റ്യൻ: സേയീരിൽ ഏശാവിൻ്റെ സന്തതികൾ പാർക്കുന്നതിനു മുമ്പായി താമസിച്ചിരുന്ന 2 വംശങ്ങൾ ഏവ? ഉത്തരം: ഏമ്യരും ഹോര്യരും. ആവർത്തന പുസ്തകം 2:10-12 വരെ. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ മക്കൾ ആഹാരവും വെള്ളവും വിലയ്ക്ക് വാങ്ങിയതാരോട്? ഉത്തരം: ഏദോമ്യരോട്. 2:6. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ മക്കൾ കാദേശ് ബർണയിൽ നിന്ന് പുറപ്പെട്ടതു മുതൽ സേരേദ് തോട് കടക്കും വരെയുള്ള കാലയളവ് എത്ര? ഉത്തരം: 38 സംവത്സരം. 2:14. ക്വസ്റ്റ്യൻ: ഇരിമ്പുല എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം: മിസ്രയീം. 4:20. ക്വസ്റ്റ്യൻ: ഏത് ദേശമാണ് ലോത്തിൻ്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തത്? ഉത്തരം: ആർ ദേശം. 2:9. ക്വസ്റ്റ്യൻ: ആർ ദേശത്ത് പാർത്തിരുന്ന വലിപ്പവും പെരുപ്പവും അനാക്യരെ പോലെ പൊക്കവുമുള്ള ജാതി ആര്? ഉത്തരം: ഏമ്യർ. 2:10. ക്വസ്റ്റ്യൻ: ആർ ദേശത്തെ മല്ലന്മാരെ അമ്മോന്യർ വിളിച്ചത് എന്ത്? ഉത്തരം: സംസുമ്യർ. 2:20. ക്വസ്റ്റ്യൻ: ആ ദേശത്തിലെ പട്ടണങ്ങളെല്ലാം ഉയർന്ന മതിലുകളും വാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് ഉറപ്പിച്ചിരുന്നു. ഏത് ദേശത്തിലെ? ഉത്തരം: അർഗോബ് ദേശത്തിലെ. 3:4-5 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: അർഗോബ് ദേശം എത്ര പട്ടണം ഉൾപ്പെട്ടതായിരുന്നു? ഇത് ആരുടെ രാജ്യമായിരുന്നു? ഉത്തരം: 60. ബാഷാൻ രാജാവായ ഓഗിൻ്റെ. 3:4. ക്വസ്റ്റ്യൻ: അമോര്യർ ഹെർമോനെ പറയുന്ന പേരെന്ത്? ഉത്തരം: സെനീർ. 3:9. ക്വസ്റ്റ്യൻ: പിസ്ഗയുടെ ചരിവിന് താഴെയുള്ള കടൽ ഏത്?
ഉത്തരം ഉപ്പുകടൽ, അരാബാക്കടൽ. 3:17. ക്വസ്റ്റ്യൻ: ഈ യോർദാൻ നീ കടക്കുകയില്ല എന്ന് ആരോടാണ് ദൈവം പറഞ്ഞത്? ഉത്തരം മോശയോട്. 3:28. ക്വസ്റ്റ്യൻ: ഓഗിൻ്റെ ഇരുമ്പ് മഞ്ചത്തിൻ്റെ വലിപ്പം? ഉത്തരം പുരുഷൻ്റെ കൈക്ക് 9 മുഴം നീളം, 4 മുഴം വീതി. 3:11. ക്വസ്റ്റ്യൻ: ദൈവമായ യഹോവ ആകാശത്തിൻ കീഴെങ്ങുമുള്ള സർവ്വജാതികൾക്കും പങ്കിട്ട് കൊടുത്തിരിക്കുന്നതെന്ത്? ഉത്തരം ആകാശസൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും. 4:19. ക്വസ്റ്റ്യൻ: സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ ഇവയെയെല്ലാം ചേർത്തു പറയുന്നതെന്താണ്? ഉത്തരം ആകാശസൈന്യം. 4:19. ക്വസ്റ്റ്യൻ: ദൈവമായ യഹോവ എവിടെ വെച്ചാണ് ഇസ്രായേൽ ജനത്തോട് നിയമം ചെയ്തത്? ഉത്തരം ഹോരേബിൽ വെച്ച്. 5:2. ക്വസ്റ്റ്യൻ: ആവർത്തന പുസ്തകത്തിൽ 10 കൽപ്പനകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗം ഏത്? ഉത്തരം 5-ാം അധ്യായം 6 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: യഹോവ കൽപ്പിക്കുന്ന വചനങ്ങൾ എന്തിനു മധ്യേ പട്ടമായി ഇരിക്കണം? ഉത്തരം കണ്ണുകൾക്ക് മധ്യേ. 6:8. ക്വസ്റ്റ്യൻ: യഹോവയുടെ വചനം വീട്ടിൻ്റെ എവിടെയൊക്കെ എഴുതണം? ഉത്തരം കട്ടിളകളിന്മേലും പടിവാതിലുകളിലും. 6:9. ക്വസ്റ്റ്യൻ: നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ മധ്യേ എങ്ങനെയുള്ള ദൈവമാകുന്നു? ഉത്തരം തീക്ഷ്ണതയുള്ള ദൈവം. 6:15. ക്വസ്റ്റ്യൻ: ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ ഡാഷ് തന്നെ? ഉത്തരം ഏകൻ തന്നെ. 6:4. ക്വസ്റ്റ്യൻ: നിങ്ങളുടെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും നിങ്ങൾ എങ്ങനെ പ്രമാണിക്കണം? ഉത്തരം ജാഗ്രതയോടെ. 6:17. ക്വസ്റ്റ്യൻ: ഇസ്രായേലിനു മുമ്പിൽ നിന്നും ദൈവം എത്ര ജാതികളെ നീക്കിക്കളഞ്ഞു? ഏതെല്ലാം മഹാജാതികളെ? ഉത്തരം 7. ഹിത്യർ, ഗിർഗശ്യർ, അമോര്യർ, കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ. 7:1. ക്വസ്റ്റ്യൻ: ജാതികളുടെ വിഗ്രഹങ്ങളെ എന്ത് ചെയ്യണം? ഉത്തരം തീയിലിട്ട് ചുട്ടുകളയണം. 7:5. ക്വസ്റ്റ്യൻ: ദൈവമായ യഹോവ തന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് എത്ര തലമുറ വരെ നിയമവും ദയയും പാലിക്കുന്നു? ഉത്തരം 1000 തലമുറ വരെ. 7:9. ക്വസ്റ്റ്യൻ: ശാപമായി തീരാതിരിക്കേണ്ടതിന് എങ്ങനെയുള്ളത് നിന്റെ വീട്ടിൽ കൊണ്ടുപോകരുത്? ഉത്തരം അറപ്പായുള്ളത്. 7:26. ക്വസ്റ്റ്യൻ: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്തുകൊണ്ടും ജീവിക്കുന്നു? ഉത്തരം സകല വചനം. 8:3. ക്വസ്റ്റ്യൻ: 40 സംവത്സരം ഇസ്രായേൽ മക്കൾ ധരിച്ച വസ്ത്രത്തിന് എന്ത് പറ്റിയില്ല? ഉത്തരം ജീർണിച്ചു പോയില്ല. 8:4. ക്വസ്റ്റ്യൻ: കല്ല് ഇരുമ്പാക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്ന ദേശം? ഉത്തരം കനാൻ ദേശം. 8:9. ക്വസ്റ്റ്യൻ: സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത് ആര്?
ഉത്തരം ദൈവമായ യഹോവ. 8:18. ക്വസ്റ്റ്യൻ: ദൈവമായ യഹോവയെ മറക്കുകയും അന്യദൈവങ്ങളെ പിന്തുടർന്ന് അവയെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? ഉത്തരം നശിച്ചു പോകും. 8:19. ക്വസ്റ്റ്യൻ: നിന്റെ ദൈവമായ യഹോവ നിനക്ക് നല്ല ദേശം അവകാശമായി തരുന്നത് നിന്റെ എന്തു നിമിത്തം അല്ലെന്ന് അറിഞ്ഞുകൊള്ളുക? ഉത്തരം നീതി നിമിത്തം. 9:6. ക്വസ്റ്റ്യൻ: മോശ പർവ്വതത്തിൽ കയറി എത്ര രാവും പകലും പർവ്വതത്തിൽ താമസിച്ചു? ഉത്തരം 40 രാവും 40 പകലും. 9:9. ക്വസ്റ്റ്യൻ: എന്തുണ്ടായിരുന്ന നാളിൽ യഹോവ പർവ്വതത്തിൽ വെച്ച് സകല വചനങ്ങളും കൽപ്പലകയിൽ എഴുതി? ഉത്തരം മഹായോഗം. 9:10. ക്വസ്റ്റ്യൻ: നിയമത്തിൻ്റെ പലകകൾ ഏത്? എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അത് മോശയ്ക്ക് കൊടുത്തത്? ഉത്തരം കൽപ്പലക. 40 രാവും 40 പകലും കഴിഞ്ഞപ്പോൾ. 9:11. ക്വസ്റ്റ്യൻ: തീ കാളിക്കത്തുകയായിരുന്നത് എന്ത്? ഉത്തരം പർവ്വതം. 9:15. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ ജനം വാർത്തുണ്ടാക്കിയത് എന്തിനെ? ഉത്തരം ഒരു കാളക്കുട്ടിയെ. 9:16. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ മക്കൾ ബെനെ ആക്കാൻ എന്ന ബേരോത്തിൽ നിന്ന് മോസരയിലേക്ക് യാത്ര ചെയ്തു. അവിടെ വെച്ച് മരിച്ചത് ആര്? ഉത്തരം അഹരോൻ. 10:6. ക്വസ്റ്റ്യൻ: കനാൻ ദേശം കൂടാതെ നീരൊഴുക്കുള്ള ദേശം എന്നറിയപ്പെടുന്ന ദേശമേത്? ഉത്തരം യോത്ത് ബത്ത. 10:7. ക്വസ്റ്റ്യൻ: ലേവി ഗോത്രത്തെ യഹോവയുടെ നിയമപെട്ടകം ചുമപ്പാനും യഹോവയുടെ സന്നിധിയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാനും വേർതിരിച്ചത് ആര്? ഉത്തരം യഹോവ. 10:8. ക്വസ്റ്റ്യൻ: ദൈവമായ യഹോവ ഡാഷ് നോക്കുന്നില്ല, ഡാഷ് വാങ്ങുന്നതുമില്ല. എന്തൊക്കെ? ഉത്തരം മുഖം നോക്കുന്നില്ല, പ്രതിഫലം വാങ്ങുന്നില്ല. 10:17. ക്വസ്റ്റ്യൻ: യഹോവ ആരെ സ്നേഹിച്ച് അവന് അന്നവും വസ്ത്രവും നൽകുന്നു? ഉത്തരം പരദേശിയെ. 10:18. ക്വസ്റ്റ്യൻ: യഹോവ ന്യായം നടത്തിക്കൊടുക്കുന്നത് ആർക്കൊക്കെ? ഉത്തരം അനാഥർക്കും വിധവമാർക്കും. 10:18. ക്വസ്റ്റ്യൻ: വിത്ത് വിതച്ചിട്ട് പച്ചക്കറിത്തോട്ടം പോലെ കാലുകൊണ്ട് നനയ്ക്കേണ്ടി വന്നത് എവിടെ? ഉത്തരം മിസ്രയീം ദേശത്ത്. 11:10. ക്വസ്റ്റ്യൻ: എന്തൊക്കെ ശേഖരിക്കേണ്ടതിന് ദൈവം തക്ക സമയത്ത് ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്യിക്കും എന്നാണ് അരുളി ചെയ്തത്? ഉത്തരം ധാന്യവും വീഞ്ഞും എണ്ണയും. 11:10. ക്വസ്റ്റ്യൻ: ഹൃദയത്തിന് എന്ത് പറ്റാതെ സൂക്ഷിച്ചു കൊള്ളണം? ഉത്തരം ഭോഷത്വം. 11:16. ക്വസ്റ്റ്യൻ: നിങ്ങളുടെ ഡാഷ് ചവിട്ടുന്ന ഇടമൊക്കെയും നിങ്ങൾക്ക് ആകും. ഉത്തരം ഉള്ളങ്കാൽ. 11:24. ക്വസ്റ്റ്യൻ: ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ അന്യദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നുവെങ്കിൽ എന്തു വരും? ഉത്തരം ശാപം. 11:28. ക്വസ്റ്റ്യൻ: അനുഗ്രഹം പ്രസ്താവിക്കേണ്ടത് എവിടെ വെച്ച്? ഉത്തരം ഗെരിസീം മലമേൽ. 11:29. ക്വസ്റ്റ്യൻ: എവിടെ വെച്ച് ശാപം പ്രസ്താവിക്കണം?
ഉത്തരം ഏബാൽ മലമേൽ 11:29. ക്വസ്റ്റ്യൻ, ഗിൽഗാലിനെതിരെ കിടക്കുന്ന തോപ്പ് ഏത്? ഉത്തരം മോരെ തോപ്പ് 11:30. ക്വസ്റ്റ്യൻ, ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിക്കേണ്ടതിന് സകല ഗോത്രങ്ങളിലും വെച്ച് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് എന്തിനായി ചെല്ലണം? ഉത്തരം തിരുനിവാസ ദർശനത്തിനായി 12:5. ക്വസ്റ്റ്യൻ, ബോധിക്കുന്നിടത്തൊക്കെയും എന്ത് കഴിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം? ഉത്തരം ഹോമയാഗങ്ങൾ 12:13. ക്വസ്റ്റ്യൻ, നിന്റെ കയ്യിൽ പറ്റിയിരിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ച്? ഉത്തരം ശപഥാർപ്പിതമായത് ഒന്നും 13:19. ക്വസ്റ്റ്യൻ, താനെ ചത്തതിനെ ആർക്ക് തിന്മാൻ കൊടുക്കാം? ഉത്തരം പട്ടണങ്ങളിലുള്ള പരദേശിക്ക് 14:21. ക്വസ്റ്റ്യൻ, ആണ്ടുതോറും നിലത്ത് വിതച്ചുണ്ടാകുന്ന എല്ലാ വിളവിലും എന്തെടുത്തു വയ്ക്കണം? ഉത്തരം ദശാംശം 14:22. ക്വസ്റ്റ്യൻ, പന്നി കുളമ്പ് പിളർന്നതെങ്കിലും അതിനെ തിന്നരുത്, എന്തുകൊണ്ട്? ഉത്തരം അയവിറക്കുന്നില്ല 14:8. ക്വസ്റ്റ്യൻ, താനെ ചത്തതിനെ ആർക്ക് വിൽക്കാം? ഉത്തരം അന്യജാതിക്കാരന് 14:21. ക്വസ്റ്റ്യൻ, 7 സംവത്സരം കൂടുമ്പോൾ ഉള്ള സംവത്സരത്തിൻ്റെ പേരെന്ത്? ഉത്തരം വിമോചനം 15:1. ക്വസ്റ്റ്യൻ, വിമോചനം ആചരിക്കുമ്പോൾ കൂട്ടുകാരന് വായ്പ കൊടുത്തവനെല്ലാം എന്തു ചെയ്യണം? ഉത്തരം അത് ഇളച്ചു കൊടുക്കണം 15:2. ക്വസ്റ്റ്യൻ, ദേശത്ത് അറ്റുപോകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? ഉത്തരം ദരിദ്രൻ 15:11. ക്വസ്റ്റ്യൻ, എന്തിൻ്റെ കടിഞ്ഞൂലിനെ കൊണ്ട് വേല ചെയ്യിക്കരുത്? ഉത്തരം മാടുകളുടെ കടിഞ്ഞൂലിനെ കൊണ്ട് 15:19. ക്വസ്റ്റ്യൻ, യഹോവ ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചത് ഏതു മാസം? ഉത്തരം ആബീബ് മാസം 16:1. ക്വസ്റ്റ്യൻ, കളത്തിലെ ധാന്യവും ചക്കിലെ വീഞ്ഞും ശേഖരിച്ചു കഴിയുമ്പോൾ എത്ര ദിവസം കൂടാരപ്പെരുന്നാൾ ആചരിക്കണം? ഉത്തരം 7 ദിവസം 16:13. ക്വസ്റ്റ്യൻ, യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് ആണുങ്ങളൊക്കെയും സംവത്സരത്തിൽ 3 പ്രാവശ്യം ഏതൊക്കെ ഉത്സവത്തിനാണ് കൂടി വരേണ്ടത്? ഉത്തരം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, വാരോത്സവം, കൂടാരപ്പെരുന്നാൾ 16:19. ക്വസ്റ്റ്യൻ, നീതിമാന്മാരുടെ കാര്യം മറിച്ചു കളയുന്നതെന്ത്? ഉത്തരം സമ്മാനം 16:19. ക്വസ്റ്റ്യൻ, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ പണിയുന്ന യാഗപീഠത്തിനരികെ എന്ത് പ്രതിഷ്ഠിക്കരുത്? ഉത്തരം യാതൊരു അശേര പ്രതിഷ്ഠയും 16:21. ക്വസ്റ്റ്യൻ, യഹോവയുടെ സന്നിധിയിൽ എങ്ങനെ വരരുത്? ഉത്തരം വെറും കൈയായി 16:16. ക്വസ്റ്റ്യൻ, സഹോദരനല്ലാത്ത അന്യജാതിക്കാരനെ ആരാക്കരുത്? ഉത്തരം രാജാവ് 17:15. ക്വസ്റ്റ്യൻ, രാജാവ് അധികമായി എന്തൊക്കെ സമ്പാദിക്കരുത്? ഉത്തരം കുതിര, വെള്ളി, പൊന്ന് 17:16-17.
ക്വസ്റ്റ്യൻ: ദൈവമായ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന ആരുടെയൊക്കെ വാക്കു കേൾക്കാതെ ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ അവൻ മരിക്കണം. ഉത്തരം: പുരോഹിതൻ്റെയോ ന്യായാധിപൻ്റെയോ. 17:17. ക്വസ്റ്റ്യൻ: അധികം ഡാഷ് സമ്പാദിക്കേണ്ടതിന് ജനം മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുവാൻ രാജാവ് ഇടവരുത്തരുത്. എന്തിന്? ഉത്തരം: കുതിര. 17:16. ക്വസ്റ്റ്യൻ: ലേവ്യരായ പുരോഹിതന്മാർക്കും ലേവി ഗോത്രത്തിനും ആരോടുകൂടെ ഓഹരിയും അവകാശവും ഉണ്ടാകരുത്? ഉത്തരം: ഇസ്രായേലിനോട് കൂടെ. 18:1. ക്വസ്റ്റ്യൻ: ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ എന്ത് നീ പഠിക്കരുത്? ഉത്തരം: മ്ലേച്ഛതകൾ. 18:9. ക്വസ്റ്റ്യൻ: ജാതികൾ ആരുടെയൊക്കെ വാക്ക് കേട്ട് നടന്നു? ഉത്തരം: മുഹൂർത്തക്കാരുടെയും പ്രശ്നക്കാരുടെയും. 18:14. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ മഹായോഗം കൂടിയ സ്ഥലം? ഉത്തരം: ഹോരേബ്. 18:16. ക്വസ്റ്റ്യൻ: നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് ഡാഷ് രക്തം ചിന്നിയിട്ട് നിന്റെ മേൽ രക്തപാതകം ഉണ്ടാകരുത്? ഉത്തരം: കുറ്റമില്ലാത്ത രക്തം. 19:10. ക്വസ്റ്റ്യൻ: ഇസ്രായേലേ കേൾക്ക, നിങ്ങൾ ഇന്ന് ശത്രുക്കളോട് പടയേൽപ്പാൻ അടുക്കുന്നു. അധൈര്യപ്പെടരുത്, പേടിക്കരുത്, നടുങ്ങിപ്പോകരുത്, അവരെ കണ്ട് ഭ്രമിക്കുകയും അരുത് എന്ന് പറയേണ്ടത് ആര്? ഉത്തരം: പുരോഹിതൻ. 20:3. ക്വസ്റ്റ്യൻ: നിനക്ക് നന്മ വരുവാനായി കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞ പാതകം എവിടെ നിന്ന് നീക്കിക്കളയണം? ഉത്തരം: ഇസ്രായേലിൽ നിന്ന്. 19:13. ക്വസ്റ്റ്യൻ: ഒരു പട്ടണത്തോട് യുദ്ധം ചെയ്യുവാൻ അടുത്ത് ചെല്ലുമ്പോൾ എന്തു വിളിച്ചു പറയണം? ഉത്തരം: സമാധാനം. 20:10. ക്വസ്റ്റ്യൻ: ഒരു പട്ടണം സമാധാനമാകാതെ യുദ്ധം ചെയ്യുന്നു എങ്കിൽ അതിനെ എന്തു ചെയ്യണം? ഉത്തരം: നിരോധിക്കണം. 20:12. ക്വസ്റ്റ്യൻ: ദൈവമായ യഹോവ ഒരു പട്ടണം നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം അതിലുള്ള ആരെയൊക്കെയും വാളിൻ്റെ വായ്ത്തലയാൽ കൊല്ലേണം? ഉത്തരം: പുരുഷപ്രജയെ. 20:13. ക്വസ്റ്റ്യൻ: ഒരു പട്ടണം പിടിപ്പാൻ അതിനോട് യുദ്ധം ചെയ്ത് വളരെ കാലം നിരോധിക്കേണ്ടി വന്നാൽ അതിൻ്റെ ചുറ്റുമുള്ള എന്ത് കോടാലി കൊണ്ട് വെട്ടി നശിപ്പിക്കരുത്? ഉത്തരം: വൃക്ഷങ്ങളെ. 20:19. ക്വസ്റ്റ്യൻ: നിന്നോട് യുദ്ധം ചെയ്യുന്ന പട്ടണം കീഴടങ്ങും വരെ അതിൻ്റെ നേരെ എന്ത് പണിയണം? ഉത്തരം: കൊത്തളം. 20:20. ക്വസ്റ്റ്യൻ: ആദ്യജാതൻ്റെ അവകാശം? ഉത്തരം: ജ്യേഷ്ഠാവകാശം. 21:17. ക്വസ്റ്റ്യൻ: ആരാണ് ദൈവസന്നിധിയിൽ ശാപഗ്രസ്തൻ? ഉത്തരം: തൂങ്ങി മരിച്ചവൻ. 21:22. ക്വസ്റ്റ്യൻ: വേറൊരു വക വിത്തും ഇടരുത്. എവിടെ? ഉത്തരം: മുന്തിരിത്തോട്ടത്തിൽ. 22:9. ക്വസ്റ്റ്യൻ: ഏതൊക്കെ കൂടിക്കലർന്ന വസ്ത്രം ധരിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ആട്ടുരോമവും ചണവും. 22:11. ക്വസ്റ്റ്യൻ: ഒരു കന്യകയുടെ അപവാദിക്കുള്ള പിഴ? ഉത്തരം: 50 വെള്ളിക്കാശ്. 22:29.
ക്വസ്റ്റ്യൻ ബിലയാമിൻ്റെ നാട് ഏത്? ഉത്തരം പെതോർ. 23-4. ക്വസ്റ്റ്യൻ അവൻ്റെ 10-ാം തലമുറ പോലും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത് എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം കൗലഡയന്മാരെക്കുറിച്ചും അമ്മോന്യരെയും മോവാബ്യരെയും കുറിച്ചും. 23-2-3. ക്വസ്റ്റ്യൻ ആരെയൊക്കെയാണ് വെറുക്കരുതാത്തത്? എന്തുകൊണ്ട്? ഉത്തരം ഏദോമിനെ സഹോദരൻ ആയതുകൊണ്ട്, മിസ്രയീമിനെ അവിടെ പരദേശിയായി പാർത്തതുകൊണ്ട്. 23-7-8. ക്വസ്റ്റ്യൻ അവൻ നിന്റെ സഹോദരനല്ലോ ആര്? ഉത്തരം ഏദോമ്യൻ. 23-7. ക്വസ്റ്റ്യൻ ഏദോമ്യൻ്റെയും മിസ്രയീമിൻ്റെയും എത്രാം തലമുറയായി ജനിക്കുന്ന മക്കൾക്ക് യഹോവയുടെ സഭയിൽ പ്രവേശിക്കാം? ഉത്തരം 3-ാം തലമുറയായി. 23-8. ക്വസ്റ്റ്യൻ ആരുടെ വിളവിലാണ് അരിവാൾ വയ്ക്കാൻ പാടില്ലാത്തത്? ഉത്തരം കൂട്ടുകാരൻ്റെ. 23-25. ക്വസ്റ്റ്യൻ ആരോടാണ് പലിശ വാങ്ങാൻ പാടില്ലാത്തത്? ഉത്തരം സഹോദരൻ. 23-20. ക്വസ്റ്റ്യൻ ആരുടെ വസ്ത്രമാണ് പണയം വാങ്ങാൻ പാടില്ലാത്തത്? ഉത്തരം വിധവ. 24-17. ക്വസ്റ്റ്യൻ ഏത് സ്ത്രീയെയാണ് ഓർത്തുകൊള്ളുക എന്ന് ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം മിരിയാം. 24-9. ക്വസ്റ്റ്യൻ ആരുടെ ന്യായമാണ് മറിച്ചു കളയാൻ പാടില്ലാത്തത്? ഉത്തരം പരദേശി അനാഥൻ. 24-17. ക്വസ്റ്റ്യൻ മുന്തിരിത്തോട്ടത്തിൻ്റെ കാല ആർക്ക് അവകാശപ്പെട്ടതാണ്? ഉത്തരം പരദേശി അനാഥൻ വിധവ. 24-21. ക്വസ്റ്റ്യൻ മുഖക്കൊട്ട കെട്ടരുത് എന്തിന് എപ്പോൾ? ഉത്തരം കാള മെതിക്കുമ്പോൾ. 25-4. ക്വസ്റ്റ്യൻ ആരുടെ ഓർമ്മയാണ് ആകാശത്തു നിന്നും മായ്ച്ചു കളയേണ്ടത്? ഉത്തരം അമാലേക്ക്. 25-19. ക്വസ്റ്റ്യൻ നിലത്തിലെ എല്ലാ വക കൃഷിയുടെയും ആദ്യഫലം കുറേശ്ശെ എടുത്ത് ഒരു കൊട്ടയിൽ വെച്ചുകൊണ്ട് ആരുടെ അടുക്കൽ ചെല്ലണം? ഉത്തരം പുരോഹിതൻ. 26-2. ക്വസ്റ്റ്യൻ ദശാംശം എടുക്കുന്ന കാലം? ഉത്തരം 3-ാം സംവത്സരം. 26-12. ക്വസ്റ്റ്യൻ യോർദാൻ കടന്ന് ദൈവമായ യഹോവ തരുന്ന ദേശത്ത് ഇസ്രായേല്യർ എത്തുന്ന ദിവസം വലിയ കല്ലുകൾ നാട്ടി അവയ്ക്ക് എന്ത് തേക്കണം? ഉത്തരം കുമ്മായം. 27-2. ക്വസ്റ്റ്യൻ നിന്റെ ദൈവമായ യഹോവയ്ക്ക് കല്ലുകൊണ്ട് ഒരു യാഗപീഠം പണിയണം, അതിന്മേൽ എന്ത് തൊടുവിക്കരുത്? ഉത്തരം ഇരുമ്പ്. 27-5. ക്വസ്റ്റ്യൻ ന്യായപ്രമാണം എഴുതിയ കല്ലുകൾ സ്ഥാപിച്ച മലയേത്? ഉത്തരം ഏബാൽ. 27-4. ക്വസ്റ്റ്യൻ ദൈവമായ യഹോവയുടെ യാഗപീഠം പണിയേണ്ടത് എങ്ങനെയുള്ള കല്ലുകൊണ്ട്?
ഉത്തരം ചെത്താത്ത കല്ലുകൊണ്ട്. 27-6. ക്വസ്റ്റ്യൻ: ഷിമയോൻ, ലേവി, യഹൂദ, ഇസാക്കാർ, യോസെഫ്, ബെന്യാമിൻ നിൽക്കേണ്ടുന്നത് ഏത് പർവ്വതത്തിൽ? ഉത്തരം ഗെരിസീം പർവ്വതത്തിൽ. 27-12. ക്വസ്റ്റ്യൻ: രൂബൻ, ഗാദ്, ആശേർ, സെബൂലൂൻ, ദാൻ, നഫ്താലി എന്നിവർ നിൽക്കേണ്ടത് എന്തിന്? ശപിക്കാനോ അനുഗ്രഹിക്കാനോ? ഉത്തരം ശപിപ്പാൻ. 27-13. ക്വസ്റ്റ്യൻ: ശാപവാക്കുകൾ എല്ലാ ഇസ്രായേല്യരും കേൾക്കെ വിളിച്ചു പറയേണ്ടത് ആര്? ഉത്തരം ലേവ്യർ. 27-15. ക്വസ്റ്റ്യൻ: യഹോവയ്ക്ക് അറപ്പായ വല്ല വിഗ്രഹത്തെയും കൊത്തിയോ വാർത്തോ ഉണ്ടാക്കി രഹസ്യത്തിൽ എന്ത് ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ? ഉത്തരം പ്രതിഷ്ഠിക്കുന്നവൻ. 27-15. ക്വസ്റ്റ്യൻ: ആരുടെ അതിർ നീക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ? ഉത്തരം കൂട്ടുകാരൻ്റെ. 27-17. ക്വസ്റ്റ്യൻ: പരദേശിയുടെയും അനാഥൻ്റെയും വിധവയുടെയും എന്ത് മറിച്ചു കളയുന്നവൻ ശപിക്കപ്പെട്ടവൻ? ഉത്തരം ന്യായം മറിച്ചു കളയുന്നവൻ. 27-19. ക്വസ്റ്റ്യൻ: എങ്ങനെ കൂട്ടുകാരനെ കൊല്ലുന്നവനാണ് ശപിക്കപ്പെട്ടവൻ? ഉത്തരം രഹസ്യത്തിൽ. 27-24. ക്വസ്റ്റ്യൻ: കുറ്റമില്ലാത്തവനെ കൊല്ലേണ്ടതിന് എന്തു വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ? ഉത്തരം പ്രതിഫലം വാങ്ങുന്നവൻ. 27-25. ക്വസ്റ്റ്യൻ: ശത്രു ഒരു വഴിയായി നിന്റെ നേരെ വരും, എത്ര വഴിയായി നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും? ഉത്തരം 7 വഴിയായി. 28-7. ക്വസ്റ്റ്യൻ: നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ വഴികളിൽ നടന്നാൽ യഹോവ നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ തനിക്ക് ആരാക്കും? ഉത്തരം വിശുദ്ധജനമാക്കും. 28-9. ക്വസ്റ്റ്യൻ: തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേല ഒക്കെയും അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തൻ്റെ ഡേഷ് ആകാശം തുറക്കും? ഉത്തരം നല്ല ഭണ്ഡാരമായ. 28-12. ക്വസ്റ്റ്യൻ: വചനം പ്രമാണിക്കുന്നവരെ ദൈവം എങ്ങനെയാക്കും? ഉത്തരം തല. 28-13. ക്വസ്റ്റ്യൻ: വചനം പ്രമാണിക്കാത്തവർക്കു വേണ്ടി ഭൂമി എന്തായിത്തീരും? ഉത്തരം ഇരുമ്പ്. 28-23. ക്വസ്റ്റ്യൻ: യഹോവ ആജ്ഞാപിക്കുന്ന വചനങ്ങളിൽ യാതൊന്നെങ്കിലും വിട്ട് ആരെ പിന്തുടർന്ന് സേവിപ്പാൻ നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്? ഉത്തരം അന്യദൈവങ്ങളെ. 28-14. ക്വസ്റ്റ്യൻ: യഹോവ ഇസ്രായേലിന് കൊടുക്കാത്ത 3 കാര്യങ്ങൾ? ഉത്തരം തിരിച്ചറിയുന്ന ഹൃദയവും കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും. 29-3. ക്വസ്റ്റ്യൻ: സീഹോൻ എവിടത്തെ രാജാവായിരുന്നു? ഉത്തരം ഹെശ്ബോൻ. 29-6. ക്വസ്റ്റ്യൻ: യഹോവ തൻ്റെ കോപത്തിലും ക്രോധത്തിലും സോദോം ഗൊമോരയെ കൂടാതെ മറിച്ചുകളഞ്ഞ 2 പട്ടണങ്ങൾ ഏതെല്ലാം? ഉത്തരം അദ്മ, സെബോയീം. 29-22. ക്വസ്റ്റ്യൻ: ന്യായപ്രമാണത്തിൻ്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നത് എങ്ങനെയുള്ള കാര്യം? ഉത്തരം വെളിപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ. 29-28.
ക്വസ്റ്റ്യൻ: ഇസ്രായേലിയർ എവിടെ വരെ ചിതറിപ്പോയിരുന്നാലും ദൈവമായ യഹോവ അവിടെ നിന്ന് കൂട്ടിച്ചേർക്കുമെന്നാണ് പറഞ്ഞത്. ഉത്തരം: ആകാശത്തിൻ്റെ അറുതി വരെ. 30-4. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ അന്യദൈവങ്ങളെ നമസ്കരിച്ച് സേവിച്ചാൽ യോർദാൻ കടന്ന് കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് എങ്ങനെയിരിക്കാതെ നിശ്ചയമായിട്ട് നശിച്ചുപോകും? ഉത്തരം: ദീർഘായുസ്സോടിരിക്കാതെ. 30-17-18. ക്വസ്റ്റ്യൻ: യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോട് കൂടെയിരിക്കും. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: മോശ യോശുവയോട്. 31-8. ക്വസ്റ്റ്യൻ: ഈ ന്യായപ്രമാണ പുസ്തകം എടുത്ത് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപെട്ടകത്തിനരികെ വെപ്പിൻ എന്ന് മോശ കൽപ്പിച്ചത് ആരോട്? ഉത്തരം: ലേവ്യരോട്. 31-26. ക്വസ്റ്റ്യൻ: യഹോവയുടെ വചനം സസ്യത്തിന്മേൽ എന്തുപോലെ ചൊരിയും? ഉത്തരം: മാരി പോലെ. 32-2. ക്വസ്റ്റ്യൻ: മഴ പോലെയും മഞ്ഞു പോലെയും പൊഴിയുന്നത് എന്ത്? ഉത്തരം: ഉപദേശവും വചനവും. 32-2. ക്വസ്റ്റ്യൻ: തീക്കല്ലിൽ നിന്ന് എന്താണ് കുടിപ്പിച്ചത്? ഉത്തരം: എണ്ണ. 32-13. ക്വസ്റ്റ്യൻ: യഹോവ മോശയോട് ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി കൊടുക്കുന്ന കനാൻ ദേശത്തെ നോക്കിക്കാണുവാൻ പറഞ്ഞത് ഏത് മലമുകളിൽ? ഉത്തരം: നെബോ മലമുകളിൽ. 32-49. ക്വസ്റ്റ്യൻ: പാട്ടിൻ്റെ വചനങ്ങളൊക്കെയും ജനത്തെ ചൊല്ലിക്കേൾപ്പിച്ചത് ആരൊക്കെ ചേർന്ന്? ഉത്തരം: മോശയും യോശുവയും. 32-44. ക്വസ്റ്റ്യൻ: ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ചത് ആര്? ഉത്തരം: അഹരോൻ. 32-50. ക്വസ്റ്റ്യൻ: ഒരു സിംഹി പോലെ പതുങ്ങിക്കിടന്ന് ഭുജവും നെറുകയും പറിച്ചു കീറുന്നത് ആര്? ഉത്തരം: ഗാദ്. 33-20. ക്വസ്റ്റ്യൻ: കഴുകൻ തൻ്റെ കൂട് അനക്കി ആർക്ക് മീതെ പറക്കുന്നു? ഉത്തരം: കുഞ്ഞുങ്ങൾക്ക് മീതെ. 32-11. ക്വസ്റ്റ്യൻ: പ്രസാദം കൊണ്ട് തൃപ്തനും യഹോവയുടെ അനുഗ്രഹം നിറഞ്ഞവനുമായി പടിഞ്ഞാറും തെക്കും കൈവശമാക്കുക എന്ന് മോശ അനുഗ്രഹിച്ചത് ആരെ? ഉത്തരം: നഫ്താലി. 33-23. ക്വസ്റ്റ്യൻ: നെബോ മലയുള്ളത് ഏത് പർവ്വതത്തിൽ? ഉത്തരം: അബാരിം പർവ്വതത്തിൽ. 32-49. ക്വസ്റ്റ്യൻ: യഹോവയുടെ വചനം ഇളംപുല്ലിന്മേൽ എന്തുപോലെ ചൊരിയും? ഉത്തരം: പൊടിമഴ പോലെ. 32-2. ക്വസ്റ്റ്യൻ: ജാതികൾക്ക് അവകാശം വിഭാഗിച്ചത് ആര്? ഉത്തരം: മഹോന്നതൻ. 32-8. ക്വസ്റ്റ്യൻ: ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ചത് ആര്? ഉത്തരം: അഹരോൻ. 32-50. ക്വസ്റ്റ്യൻ: മരിക്കാതെ ജീവിച്ചിരിക്കട്ടെ, അവൻ്റെ പുരുഷന്മാർ കുറയാതിരിക്കട്ടെ എന്ന് മോശ അനുഗ്രഹിച്ചത് ആരെ? ഉത്തരം: രൂബേൻ. 33-6. ക്വസ്റ്റ്യൻ: അവൻ യഹോവയ്ക്ക് പ്രിയൻ, തൽസന്നിധിയിൽ നിർഭയം വസിക്കും. ആര്? ഉത്തരം: ബെന്യാമീൻ. 33-12. ക്വസ്റ്റ്യൻ: ഭൂമിയിലെ വിശേഷ വസ്തുക്കളും സമൃദ്ധിയും കൊണ്ട് അവൻ്റെ ദേശം യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് മോശ അനുഗ്രഹിച്ചത് ആരെ?
ഉത്തരം യോസേഫ് 33:15. ക്വസ്റ്റ്യൻ: ആവർത്തന പുസ്തകത്തിൽ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെടും എന്ന് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു? ഉത്തരം ആശേർ 33:24. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ നിർഭയമായും യാക്കോബിൻ ഉറവ് തനിച്ചും വസിക്കുന്നത് എവിടെ? ഉത്തരം ധാന്യവും വീഞ്ഞുമുള്ള ദേശത്ത് 33:28. ക്വസ്റ്റ്യൻ: പാറാൻ പർവ്വതത്തിൽ നിന്ന് വിളങ്ങിയതാര്? ഉത്തരം യഹോവ 33:2. ക്വസ്റ്റ്യൻ: യഹോവയുടെ ദാസനായ മോശ യഹോവയുടെ വചനപ്രകാരം ഏത് ദേശത്ത് വെച്ചു മരിച്ചു? ഉത്തരം മോവാബ് 34:5. ക്വസ്റ്റ്യൻ: മോശയെ അടക്കിയത് ആര്? ഉത്തരം യഹോവ 34:6. ക്വസ്റ്റ്യൻ: മോശ മരിക്കുമ്പോൾ എത്ര വയസ്സായിരുന്നു? ഉത്തരം 120 വയസ്സ് 34:7. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ മക്കൾ മോശയെക്കുറിച്ച് മോവാബ് സമഭൂമിയിൽ എത്ര ദിവസം കരഞ്ഞുകൊണ്ടിരുന്നു? ഉത്തരം 30 ദിവസം 34:8. ക്വസ്റ്റ്യൻ: ജ്ഞാനാത്മപൂർണനായി തീർന്ന വ്യക്തി ആര്? ഉത്തരം യോശുവ 34:9. ക്വസ്റ്റ്യൻ: യഹോവ എങ്ങനെ അറിഞ്ഞ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല? ഉത്തരം അഭിമുഖമായി അറിഞ്ഞ 34:12. ക്വസ്റ്റ്യൻ: ആവർത്തന പുസ്തകത്തിലെ ആദ്യ വാക്ക് അവസാന വാക്ക്? ഉത്തരം സൂഫിനെതിരെ ഉണ്ടായിട്ടില്ല. ക്വസ്റ്റ്യൻ: ആവർത്തന പുസ്തകത്തിലെ ഏറ്റവും വലിയ അധ്യായമേത്? എത്ര വാക്യങ്ങളുണ്ട്? ചെറിയ അധ്യായമേത്? എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം വലിയ അധ്യായം 28 69 വാക്യങ്ങൾ, ചെറിയ അധ്യായം 34 12 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ആവർത്തന പുസ്തകം ബൈബിളിലെ എത്രാമത്തെ പുസ്തകം? എത്ര അധ്യായങ്ങളുണ്ട്? എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 5-ാമത്തെ പുസ്തകം 34 അധ്യായങ്ങൾ 958 വാക്യങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.